കമ്പനി അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റിൽ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ്സും കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ എല്ലാ ടോപ്പിക്കും തീരും. ഇതും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടെർമിനോളജി തന്നെയാണ്, ഒരു സ്പെഷ്യൽ ടേമാണ്. ടേം ഇതാണ് കോർപ്പറേറ്റ് വെയിൽ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇങ്ങനത്തെ കുറേ ടേമുകൾ നമ്മൾ പഠിച്ചു. അതെല്ലാം കൂടെ ചേർത്തൊന്ന് എഴുതി വെച്ചേക്കണേ. ഡോക്ടറിൻ ഓഫ് അൾട്രാവെയർ, ഡോക്ടറിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ഡോക്ടറിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്, ഇപ്പോൾ കോർപ്പറേറ്റ് വെയിൽ. ഈ ഒരു 4 വാക്കുകൾ പ്രത്യേകം എഴുതി വെച്ചൊന്ന് പഠിച്ചേക്കണം പരീക്ഷയ്ക്ക് മുൻപായിട്ടേ. ഡോക്ടറിൻ ഓഫ് അൾട്രാവെയർ അത് നന്നായിട്ട് പഠിക്കുക. അങ്ങനെ 4 വാക്കുണ്ട് ഇതിനകത്ത്. ഡോക്ടറിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ഡോക്ടറിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്, ഇതാ ഇപ്പോൾ കോർപ്പറേറ്റ് വെയിൽ. കോർപ്പറേറ്റ് വെയിൽ വളരെ സിമ്പിൾ ലോജിക്കാണ്. കോർപ്പറേറ്റ് വെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനിയും കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ്. ഈ കമ്പനിയും കമ്പനിയുടെ ഓണേഴ്സും ലീഗലി സെപ്പറേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ലീഗലിറ്റി, അതായത് നിയമപരമായിട്ട് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. കമ്പനിക്ക് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൻ്റേതായ ഒരു എൻറ്റിറ്റിയുടെ ഒരു അവകാശങ്ങൾ ഉള്ളത് കൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഒരു കാരണവശാലും പേഴ്സണലി ലൈബിൾ ആവില്ല. ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ലീഗൽ കോൺസെപ്റ്റിനെയാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. നമ്മുടെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നൊരു ഫീച്ചർ പഠിച്ചില്ലേടോ. കമ്പനിയുടെ ഫീച്ചറിൽ പറഞ്ഞില്ലേ, കമ്പനി വേറെ ഷെയർ ഹോൾഡേഴ്സ് വേറെയാണെന്ന്. നിയമപരമായിട്ട് തന്നെ കമ്പനിക്ക് കമ്പനിയുടേതായൊരു നിലനിൽപ്പുണ്ട്, ഷെയർ ഹോൾഡേഴ്സ് വേറെയാണ്. ആ ഒരു സെപ്പറേഷനെയാണ് സത്യത്തിൽ ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ ലോജിക്കാണ്. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി. കോർപ്പറേറ്റ് വെയിൽ ഈസ് എ ലീഗൽ കോൺസെപ്റ്റ് ദാറ്റ് സെപ്പറേറ്റ്സ് ദ പേഴ്സണാലിറ്റി ഓഫ് എ കമ്പനി from the personalities of its shareholders and protect them from being personally liable for the company's debt and other obligation. കണ്ടോ, കമ്പനിയുടെ ഡെറ്റും ഓബ്ലിഗേഷനും ഒന്നും ഷെയർ ഹോൾഡേഴ്സ് പേഴ്സണലി ലൈബിൾ ആവില്ല. ആ ഒരു ലീഗൽ പ്രൊട്ടക്ഷനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് വെയിൽ. ഈ വെയിൽ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ മുഖാവരണമില്ലേ, ഒരു മറ എന്നൊക്കെ പറയാം. അപ്പോൾ കമ്പനിയും കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സും തമ്മിലൊരു അകലമുണ്ട്. ഓക്കെ, രണ്ടും രണ്ടാണ് എന്ന ഒരു കോൺസെപ്റ്റിനെയാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ ഡെറ്റും ഓബ്ലിഗേഷനും ഒന്നും ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിന് പേഴ്സണലി ലൈബിൾ ആവാറില്ല. എന്നാൽ ഇതാണ് ലോജിക്ക്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യും. അതായത് ഈ മുഖാവരണം, ഈ മറ എടുത്ത് മാറ്റും. കോടതി ഇടപെട്ടിട്ട് പറയും ചില സാഹചര്യങ്ങളിൽ ഷെയർ ഹോൾഡേഴ്സ് പേഴ്സണലി ലൈബിൾ ആകും, എസ്പെഷ്യലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എല്ലാ ഷെയർ ഹോൾഡേഴ്സും അല്ല, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചില സമയത്ത് കമ്പനിയുടെ പ്രവർത്തികളിൽ ലൈബിൾ ആകും. അതിനെയാണ് ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഇത് വേറൊരു ടോപ്പിക്കാണ്. കോർപ്പറേറ്റ് വെയിൽ എന്താണെന്ന് മനസ്സിലായല്ലോ. കമ്പനിയും ഷെയർ ഹോൾഡേഴ്സും രണ്ടും രണ്ടാണ്. കമ്പനിയുടെ ഡെറ്റും മറ്റ് ഓബ്ലിഗേഷനും ഒന്നും ഷെയർ ഹോൾഡേഴ്സ് പേഴ്സണലി ലൈബിൾ ആവില്ല. ആ ഒരു ലീഗൽ പ്രൊട്ടക്ഷനാണ് കോർപ്പറേറ്റ് വെയിൽ. എന്നാൽ ചില സമയത്ത് കോടതി ഇടപെട്ടിട്ട് പറയും ഷെയർ ഹോൾഡേഴ്സ് ചില സാഹചര്യങ്ങളിൽ പേഴ്സണലി ലൈബിൾ ആകും. അതിനെയാണ് ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഈ കമ്പനിയും ഷെയർ ഹോൾഡേഴ്സും തമ്മിലുള്ളൊരു മറയുണ്ടല്ലോ, വെയിൽ, VEIL, വെയിൽ, ഒരു മുഖാവരണം, ഒരു മറ. ഓക്കെ, അത് കോടതി എടുത്തേക്ക് മാറ്റും. അതായത് നിങ്ങൾ രണ്ടും രണ്ടല്ല, ചില സാഹചര്യങ്ങളിൽ കമ്പനിയുടെ ചില ഉത്തരവാദിത്തങ്ങൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ തലയിലോട്ട് വെച്ച് കൊടുക്കും. അതിനെയാണ് ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദ കോർപ്പറേറ്റ് വെയിൽ ക്യാൻ ബി ലിഫ്റ്റഡ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ഇനി പറയാൻ പോകുന്ന സാഹചര്യം എന്തെങ്കിലും ഉണ്ടായാൽ കോടതി ഇവരുടെ ഇടയിലുള്ളൊരു മറയുണ്ടല്ലോ, രണ്ടും രണ്ടാണ് എന്ന ചിന്ത, അതെടുത്തേം കളയും. അതിനെയാണ് ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ചില പ്രവർത്തികൾ ഷെയർ ഹോൾഡേഴ്സിനെ ബാധിക്കും. കോടതി ഇടപെട്ടിട്ട് ഷെയർ ഹോൾഡേഴ്സിനെയും കൂടെ ലൈബിൾ ആക്കും. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, കൂടുതലായിട്ടും നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും കമ്പനി ചെയ്താൽ കമ്പനിയെ പിടിച്ച് ജയിലിടാൻ പറ്റുമോ? കമ്പനിക്കകത്ത് നടക്കുന്നതെല്ലാം ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ ചെയ്തു കൂട്ടുന്നത്. നിയമവിരുദ്ധമായിട്ട് ഇല്ലീഗലായിട്ട് കമ്പനി എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്താൽ കമ്പനിയെ പിടിച്ച് ജയിലിടാൻ പറ്റില്ലല്ലോ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ നമ്മൾ റെസ്പോൺസിബിൾ ആകൂ. സോ വെൻ എ കമ്പനി അവോയ്ഡ്സ് ലീഗൽ ഓബ്ലിഗേഷൻ, നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും കമ്പനി ചെയ്യാതിരിക്കുന്നു, ഷെയർ ഹോൾഡേഴ്സ് ബാധ്യസ്ഥരാണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ഏജൻ്റായിട്ടോ ട്രസ്റ്റി ആയിട്ടോ നമ്മൾ ഈ കമ്പനിയെ കാണുവാണ്. വെൻ എ കമ്പനി ആക്ട്സ് ആസ് ഏജൻറ്റ് ഓർ ട്രസ്റ്റി ഓഫ് ഷെയർ ഹോൾഡർ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ഏജൻ്റായിട്ട് കമ്പനി പ്രവർത്തിക്കുകയും എന്തെങ്കിലും കുഴപ്പം കാണിക്കുകയും ചെയ്താൽ ഷെയർ ഹോൾഡേഴ്സ് ബാധ്യസ്ഥരാകും. വെൽഫെയർ ലെജിസ്ലേഷൻ, സാമൂഹ്യപരമായിട്ടുള്ള എന്തെങ്കിലും വെൽഫെയർ ആക്ടിവിറ്റി കമ്പനി അവോയ്ഡ് ചെയ്യുന്നു. പബ്ലിക് ഇൻട്രസ്റ്റിനെതിരായിട്ട്, നമ്മുടെ സാമൂഹ്യ സുരക്ഷയ്ക്കും നമ്മുടെ സമൂഹത്തിനെതിരായിട്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നതെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ബാധ്യസ്ഥരാകും. ഏതെങ്കിലും തരത്തിലുള്ള റോങ്ഫുൾ ആക്ട് നടത്തിയാൽ പിന്നീട് വെൻ എ കമ്പനി പൊസസ് എനിമി ക്യാരക്ടർ ടു ദ നേഷൻ, രാജ്യദ്രോഹ കുറ്റം, ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ നിയമത്തിനെതിരായിട്ട്, ഐ റിപ്പീറ്റ് ഇല്ലീഗൽ,
നിയമത്തിനെതിരായിട്ട് അല്ലെങ്കിൽ നിയമം പറയുന്ന കാര്യം കേൾക്കാതിരിക്കുക. രണ്ടും ഒന്ന് തന്നെ, രണ്ടും കുറ്റമാണ്. നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുക, നിയമത്തിൽ പറയാത്ത കാര്യങ്ങൾ കയറി ചെയ്യുക, ഇത് രണ്ടും കുറ്റമാണ്. ഇതിലെന്തെങ്കിലും ഒരു കമ്പനി ചെയ്താൽ കമ്പനി അല്ല ജയിലിൽ കിടക്കേണ്ടത്, ഷെയർ ഹോൾഡേഴ്സ് തന്നെ ബാധ്യസ്ഥരാകും. ഇത്തരം സിറ്റുവേഷൻസിൽ കോർപ്പറേറ്റ് വെയിൽ എന്നൊരു അഡ്വാൻറ്റേജ് കിട്ടില്ല. കമ്പനി ആ വെയിൽ എടുത്തങ്ങ് പൊക്കും. വെയിൽ എന്ന് പറഞ്ഞാൽ ഒരു മറയാണ്, അതാണ് ഇംഗ്ലീഷ് മുഖാവരണം, ഒരു ആവരണം. കമ്പനിയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയ്ക്കൊരു മറയുണ്ടെന്നാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ കോടതി ആ മറ അങ്ങ് നീക്കും. നിങ്ങൾ രണ്ടും ഒന്നാണ്. ആ ഷെയർ ഹോൾഡേഴ്സിനെ കഴിഞ്ഞ് വിളിച്ചിട്ട് പറയും പോയി ജയിലിൽ കിടക്കാൻ പറയും. ഇങ്ങനൊന്നും അല്ല സംഭവിക്കുന്നത്. നോർമലി ലീഗലായിട്ടൊക്കെ തന്നെ ചെയ്തിട്ടും കമ്പനിക്ക്, അതായത് ഇല്ലീഗലായിട്ടൊന്നും ചെയ്യുന്നില്ല, കമ്പനി നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാതെയാണ് വല്ല ഓബ്ലിഗേഷനോ ഡെറ്റോ ഒക്കെ ഉണ്ടാകുന്നതെങ്കിൽ കോർപ്പറേറ്റ് വെയിൽ അവിടെ ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ബാധ്യസ്ഥരാവില്ല. ഇപ്പോൾ മനസ്സിലായ ടോപ്പിക് എന്താണെന്ന്. അപ്പം നോർമൽ കേസിൽ കോർപ്പറേറ്റ് വെയിലുണ്ട്. ഐ റിപ്പീറ്റ്, നോർമലി അവിടെ കോർപ്പറേറ്റ് വെയിലുണ്ട്. അതായത് കമ്പനിയും ഷെയർ ഹോൾഡേഴ്സും രണ്ടാണ്. കമ്പനിയുടെ ഒരു ഡെറ്റോ ഓബ്ലിഗേഷനോ ഒന്നും ഷെയർ ഹോൾഡേഴ്സിനെ ബാധിക്കത്തില്ല. എന്നാൽ ഈ സർക്കംസ്റ്റാൻസസ്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു 6 സർക്കംസ്റ്റാൻസസ് ഉണ്ടായാൽ കോടതി വന്നിട്ട് ആ മറ അങ്ങ് നീക്കും. അവർ ആ കോർപ്പറേറ്റ് വെയിൽ അങ്ങ് ലിഫ്റ്റ് ചെയ്യും. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് വെയർ കോർപ്പറേറ്റ് വെയിൽ ഈസ് ലിഫ്റ്റഡ്, അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ, ഇങ്ങനെ ചോദിക്കും കേട്ടോ, വാട്ട് ഡു യു മീൻ ബൈ ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ. കോർപ്പറേറ്റ് വെയിൽ എന്താണെന്ന് പഠിച്ചുകൊണ്ട് പോയാലും ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിലും കൂടെ നോക്കിയേക്കണേ. സോ ഇതോടുകൂടി ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ തീരുവാണ്. എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് പറയണമെങ്കിൽ കുറേ സമയമെടുക്കും, കുറേ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക. ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം, അറൗണ്ട് 60 to 70% ക്വസ്റ്റ്യനും ഈ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നായിരിക്കും. അത് കഴിഞ്ഞ് 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായതാണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസിൻ്റെ ഇൻക്ലൂഡിങ് ഓപ്ഷൻസ് പരിശോധിച്ചാൽ ഒരു 60% 70% നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ കിട്ടും. അത് അത്രയ്ക്ക് പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. ഓക്കെ, ഇനി വരുന്ന മൊഡ്യൂളുകളുണ്ടല്ലോ 2, 3, 4, 5, അതിൽ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരാം. നിങ്ങളതെല്ലാം കൂടെ കിടന്ന് പഠിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ആ ടെക്സ്റ്റ്, ഞാൻ പറയില്ലേ, ഈ റോബോട്ട്, ചിട്ടി റോബോട്ട് ടെക്സ്റ്റ് മറിക്കുന്ന പോലെ അങ്ങോട്ട് മുന്നോട്ട് മറിച്ച് പോകും, തിരിച്ച് മറിച്ച് വരും, ഭയങ്കര പാടാന്ന് പറയും. നിങ്ങൾ അതിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളായിട്ട് കാണാം. 2, 3, 4, 5 ഒന്നും ഇത്രയൊന്നും ഇല്ല. നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ മാത്രം, മെയിൻ കണ്ടൻറ്റ് മാത്രം നോക്കിയാൽ മതി. ആവശ്യമില്ലാതെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമ്പനീസ് ആക്ട് മൊത്തം പഠിക്കേണ്ടി വരും. നിങ്ങൾ ആവശ്യമില്ലാത്ത, ഇൻ ദ സെൻസ് നിങ്ങളിതെല്ലാം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് കമ്പനീസ് ആക്ട് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് മൊത്തം വായിച്ചു നോക്കിയാൽ മതി. ഫുള്ള് പഠിക്കാൻ പറ്റും. ഒരു കമ്പനിയെ പറ്റി എല്ലാ കാര്യവും അതിനകത്തുണ്ട്. അത്രയും നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ, സമയമില്ല. പറ്റത്തില്ലെന്നല്ല, സമയമില്ല. പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊച്ചാക്കുന്നതാക്കാവും. നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് വായിച്ചു നോക്കിക്കോ, ബികോം ഒക്കെ കഴിഞ്ഞിട്ട്. തൽക്കാലം നമുക്കിനി രണ്ടാമത്തെ മൊഡ്യൂളുമായിട്ട് കാണാം. ഫസ്റ്റ് മൊഡ്യൂൾ വൃത്തിക്ക് ബുക്കിലോട്ടൊക്കെ എല്ലാം എഴുതി വെച്ച് കൃത്യമായിട്ട് പഠിച്ച് ഫുൾ കോൺഫിഡൻസ് ചെല്ലുക. ഗ്യാരണ്ടിയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ കാണും, ഉറപ്പാണ്. നിങ്ങൾ ഈ മൊഡ്യൂൾ ഒന്നും വയ്യാന്നുണ്ടെങ്കിലും ഫസ്റ്റ് മൊഡ്യൂൾ ഒന്ന് പഠിച്ചുകൊണ്ട് പോയേക്കണേ. ഓക്കെ, ഉറപ്പായിട്ടും 10-60% മാർക്കിനകത്ത് കിട്ടും.